Sky Gold, elegance of beauty. വൺ ന്യൂസ് ഇപ്പോഴുള്ളത് KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ എന്നിവരോടൊപ്പമാണ്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ DYFI ഒക്കെ വലിയ സമരത്തിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പിടൽ ഒക്കെ നടന്നു എന്നുള്ളതും എല്ലാവരും പണ്ടത്തെ പോലെയല്ലല്ലോ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊന്നും മാഞ്ഞു പോകില്ലല്ലോ. ഇപ്പൊ ഈ സമരം അതുകൂടാണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ VT ബൽറാമൻ കൊണ്ട് തമാശ രൂപയുടെ ഒരു കാര്യം പറയുണ്ടായി, സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റിട്ടുണ്ടെന്ന്. ഇപ്പൊ നടക്കുന്ന സമരങ്ങളൊക്കെ എന്തിനെങ്കിലുമൊക്കെ മറയ്ക്കാൻ വേണ്ടിയാണോ എന്ന് ഈ UDF പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? കഴിഞ്ഞ 10 വർഷമായി ഫ്രീസറിൽ ഉണ്ടായിരുന്ന SFIക്കാരും DYFIക്കാരും ഒക്കെ ഇപ്പോൾ സടകുടന്ന് എഴുന്നേൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ 10 വർഷം CPM-ഉം ഇടതുപക്ഷവും നടത്തിയ അഴിമതിയും അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു കാഴ്ചയും ജനങ്ങൾക്ക് മുമ്പിൽ ഇല്ലാതിരിക്കാൻ, അത് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇപ്പോൾ SFIക്കാരൊക്കെ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളതെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അല്ല, ഇപ്പൊ ഈ PM ശ്രീ മാത്രമല്ല, ഈ മദ്യനയത്തിന്റെ കാര്യത്തിലും, ഈ മദ്യനയം എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷം വരുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ വളരെ കുറച്ച് ബാറുകളൊക്കെയാണ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞ എണ്ണം നോക്കുമ്പോൾ ഒരു അത്ഭുതകരമായ ബാറുകളുടെ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടും ഇതൊക്കെ ഈ സമരരംഗത്തേക്ക് ഇടതുപക്ഷം ഇറങ്ങുന്നത് എന്തിൻ്റെങ്കിലും സൂചനയാണെന്ന് തോന്നുന്നു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന മദ്യനയവും അന്ന് അടച്ചുപൂട്ടിയ ബാറുകളൊക്കെ മാസങ്ങൾക്കുള്ളിൽ തുറന്ന് ഈ ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിൽ 1000-ഓളം ബാറുകൾ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുകയും മദ്യനയം, വിശാലമായ മദ്യനയം തന്നെ അവർ നടപ്പാക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അന്നൊന്നും ഒരാൾക്കും ഒരു പ്രതിഷേധവും ഇല്ലാതെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായി ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റിൽ നട്ടെല്ലൊടിഞ്ഞ കേരളത്തിന്റെ സാമ്പത്തിക നിലയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഈ അവതരിപ്പിച്ച ബജറ്റ്, ആ ബജറ്റ് ഇന്ന് ജനങ്ങൾ അത് വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവിടെ CPM-ന്റെ വികലമായ കഴിഞ്ഞ 10 വർഷത്തെ ഭരണവും അവരുടെ സാമ്പത്തിക നയങ്ങളും ഒക്കെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത്തരം സമരാവാസങ്ങൾ നടത്തുന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അല്ല, ഇപ്പൊ ഈ സമരങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തുള്ള പല പ്രവർത്തകരോടും നേതാക്കളോടും ഒക്കെ ചോദിച്ചപ്പോൾ PM ശ്രീ പദ്ധതിയിലായാലും മദ്യനയത്തിലായാലും VD സതീശൻ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഏതറ്റം വരെയും സമരം ചെയ്യുമെന്നാണ് അവരിൽ പലരും എന്നോട് പ്രതികരിച്ചത്. അപ്പോൾ ഈ സമരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ ഭരണത്തിന്റെ കാര്യം എന്താ പറയാ, ഈ ഭരണവും സമരവും ഒന്നിച്ചെങ്ങനെ പോകുന്ന ഒരു ചോദ്യം ജനങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അല്ല, ഇത് ജനങ്ങളത് പ്രതീക്ഷിച്ചാണ്. ഈ ഗവൺമെന്റ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നു വരുന്ന ഈ ഗവൺമെന്റ് അത് നല്ല ഒരു സാമ്പത്തിക ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരായി ഉള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് നമുക്കറിയാം, സമരങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്ന CPM അവരുടെ പോഷകങ്ങളൊക്കെ കഴിഞ്ഞ മാസങ്ങളോളം നടത്തിയ പാവപ്പെട്ട ആശാ വർക്കർമാർ നടത്തിയ സമരത്തെ കണ്ടിൽ നിന്ന് അടിക്കുകയും ആ സമരത്തെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്ന ആളുകൾ ഇത്തരം സമരങ്ങൾ നടത്തുന്നത് നമുക്കറിയാം. പണ്ട് ലോകബാങ്കിനെതിരെ നടത്തിയ DYFIയുടെയും SFIയുടെ ഒക്കെ സമരം എവിടെ എത്തി? ഇപ്പോൾ സ്വാശ്രയ കോളേജിനെതിരെ അന്ന് നടത്തിയ സമരം അതൊക്കെ ഇപ്പോൾ എവിടെ എത്തി എന്ന് നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി നമുക്കറിയാം. അത് രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കും. അതിനൊന്നും ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഇപ്പോൾ പെരിന്തൽമണ്ണക്കാര്, അപ്പുറത്ത് മങ്കടക്കാര് ദേശീയപാതയിൽ കൂടെ കടന്നു പോകുന്ന എല്ലാവരും ആഗ്രഹിച്ച ഒരു സ്വപ്ന പദ്ധതിയാണ് ഓരോടം പാലം, മാനത്തമംഗലം ബൈപ്പാസ്. ആദ്യ ബജറ്റിൽ ഇത് മഞ്ഞളാംകുഴി അലി ആയാലും നജീബ് കാന്തപുരം ആയാലും മത്സരിക്കുന്ന സമയത്തെ പറഞ്ഞിരുന്നു, UDF അധികാരത്തിൽ വന്നാൽ ആദ്യ പരിഗണന ഈ നാടിന്റെ ഏറ്റവും വലിയ സ്വപ്നത്തിനായിരിക്കും. അപ്പോൾ 10 കോടി അനുവദിച്ചിരിക്കുന്നു, അത് പോരാ, ഒരു 30 കോടിയെങ്കിലും അനുവദിക്കണം തുടക്കത്തിൽ നിന്ന് മഞ്ഞളാംകുഴി അലി പറയുന്നു. ഏതായാലും ഈ UDFന്റെ ഭരണകാലത്ത് ഈ ഓരോടംപാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ഈ നാട്ടിലുള്ളവർ പ്രതീക്ഷിച്ചാൽ, സ്വപ്നം കണ്ടാൽ, ആ സ്വപ്നം അസ്ഥാനത്താവുമോ? ആ സ്വപ്നം നടക്കാതെ പോകുമോ? അത് യാതൊരു സംശയവുമില്ല. നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ആദ്യമായി പറഞ്ഞത് പെരിന്തൽമണ്ണയിലെ ട്രാഫിക് കുരുക്ക് പരിഹരിക്കാൻ ഓരോടംപാലം മാനത്തമംഗലം ബൈപ്പാസ് അത് യാഥാർത്ഥ്യമാകുക തന്നെ വേണം. അതിന് UDF സർക്കാർ വന്നാൽ ആദ്യത്തെ പരിഗണന നൽകുന്നതാണ്, അതായിരിക്കുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നജീബ് സാഹിബും അതുപോലെ മഞ്ഞളാംകുഴി അലി സാഹിബും അത് പ്രഖ്യാപിച്ചു. അതുതന്നെയാണ് ആദ്യത്തെ ബജറ്റിൽ അതിന് പ്രാഥമികമായി 10 കോടി രൂപ അനുവദിച്ചത്. നമുക്കറിയാം, വലിയ ഒരു തുക ഈ
അടുത്ത ബജറ്റിൽ ബജറ്റിന് വേണ്ടി ബജറ്റിൽ തീർച്ചയായും അടുത്ത ബജറ്റിൽ നടപ്പാക്കും. വരുന്ന 2 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ റോഡ് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. യാതൊരു സംശയമില്ല. ഈ വി ബാബുരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ പല പ്രാവശ്യം പല കാര്യങ്ങളും ചോദിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരക്കിലായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ബൂത്ത് തലത്തിൽ എല്ലാവരും ഒന്ന് യോജിപ്പിച്ച് നിർത്തുക. കോൺഗ്രസിൽ ചില ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. ലീഗുകാരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാരിൽ പല ഭാഗത്തായിരുന്നു. എല്ലാവരും ഒരുമിപ്പിച്ച് ബൂത്ത് തലത്തിൽ നിർത്തി താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് അവസാനം UDF-ന് ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച ആളുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട പേര് തന്നെ പറയേണ്ടി വരും വി ബാബുരാജനെ. അത് ഞാൻ പറയുന്നതല്ല, UDF-ന്റെ പല നേതാക്കളും പ്രവർത്തകരും പറഞ്ഞതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ അച്ചട്ടായി വലിച്ചു. ഇവിടെ വലിയ ഭൂരിപക്ഷത്തിന് നജീബ് കാന്തപുരം വരും. 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. അദ്ദേഹം തന്നെ പറയുന്നു ഈ ബൈപ്പാസ് പദ്ധതിയും യാഥാർത്ഥ്യമാകും, ജനങ്ങൾക്കുള്ള ഉറപ്പാണ്. നജീബ് കാന്തപുരം MLA-യും മഞ്ഞളാംകുഴി അലി MLA-യും തന്നതുപോലെ KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ് കൂടി ആ ഉറപ്പ് നൽകുന്നുണ്ട്. ഏതായാലും ജനങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആവില്ല. താങ്കൾ പറഞ്ഞതെല്ലാം വലിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞവും വലിച്ചിട്ടുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞവും വലിച്ചു. അപ്പൊ ഈ വാക്കുകൂടി ജനങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. നടപ്പാകട്ടെ. ഏതായാലും നടപ്പാകട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.